പോലീസ് ഓഫീസർ അടുത്ത് വന്ന് മാഡത്തിനോട് പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ നിന്ന നിപ്പിൽ എഴുന്നേൽക്കുന്നു. എനിക്ക് തോന്നുന്നു യൂണിഫോമിലൊന്നും അല്ലല്ലോ, പ്രോഗ്രാം കാണാൻ വന്നതാ. പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, എന്നോട് പറയുന്നു ഐ ഹാവ് ടു ഗോ, ഇപ്പം തന്നെ പോകണം. അപ്പോൾ 10 മണി ആയിട്ടുണ്ട്, ഇവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് മാഡം അപ്പം തന്നെ പോകാൻ തീർച്ചപ്പെടുത്തുന്നു. ലക്കിലി ഞങ്ങളൊരു ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, എൻ്റർടൈൻമെൻറ്റ്. ഈ മ്യൂസിക്കൽ നൈറ്റാണ്. ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ ഞാൻ കണ്ടത് അജിത ബീഗം IPS എന്ന് പറയുന്ന പോലീസ് ഓഫീസറിനെ അല്ല, അജിത ബീഗം എന്ന അമ്മയാണ്. 4 വയസ്സിൽ ഈ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോന് ഭക്ഷണം കൊടുത്തിട്ട് ഈ മാവോയിസ്റ്റുകളുടെ കാര്യത്തിനായിട്ട് വാളാടോ ഏതോ ഒരു തിരുനെല്ലിയുടെ അപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോകണം. രാത്രി 10 മണിക്കാണ്. ഓഫ് കോഴ്സ് കൂടെ കോപ്പുണ്ട്, കൂടെ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള, സത്യം പറഞ്ഞാൽ മോൻ്റെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ നോക്കണം. ഇത് രണ്ടും കൂടിയുള്ള ഒരു ടഗ് ഓഫ് ഫയർ ഞാൻ അന്ന് ആ മുഖത്ത് കണ്ടു. അന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കേശവേന്ദ്രകുമാർ IAS, അദ്ദേഹമായിരുന്നു വയനാടിൻ്റെ കളക്ടർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അർച്ചനയെ മോനെ ഏൽപ്പിച്ചിട്ട് മാഡം തണ്ടർബോൾട്ടിൻ്റെ കൂടെ പോലീസ് ആൾക്കാരെയും കൂട്ടിയിട്ട് ഒഫീഷ്യൽസിനെയും കൂട്ടിയിട്ട് പോവുക ചെയ്തത്.